നമസ്കാരം. അപ്പോൾ 9ാം ക്ലാസ് ഫിസിക്സിലെ ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മുൻകാല ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തൊട്ട മുന്നത്തെ വർഷം, അതായത് 2023-24 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഗുരുത്വാകർഷണ ബലവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ വരുന്നത്, നമ്മുടെ ജിയുടെ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ജിയുടെ മൂല്യം എത്രയാണ്? ജിയുടെ മൂല്യം എല്ലാ ഓപ്ഷനും കാണാൻ ഏകദേശം ഒരുപോലെയുണ്ട്. യൂണിറ്റൊക്കെ നോക്കും, യൂണിറ്റൊക്കെ സെയിം ആയിട്ടാണ് കൊടുത്തത്. ഈ ഇട്ട പോയിന്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ പവറായിട്ട് വരുന്ന 10ൻ്റെ ഘാതമായിട്ട് വരുന്ന പവറായിട്ട് വരുന്ന എഴുതിയിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ -10 -11 എന്ന് പറഞ്ഞ് അങ്ങോട്ടും ചെറിയ മാറ്റം മാത്രം വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ്റെ ഒന്നാമതായിട്ട് തന്നെ കൊടുത്തേക്ക്. കാണുമല്ല ഏകദേശം ഒരുപോലെ ഉണ്ടാവും. ഇതിൽ ശരിക്കുള്ള ശരി ഏതാണെന്ന് വെച്ചാൽ 6.67 ഗുണിക്കണം 10⁻11 എന്നാണ് വരിക. 6.67 ഗുണിക്കണം 10⁻11. പ്രശ്നമില്ല. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, 10 ഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചിത ഉയരത്തിൽ നിന്നും സമപ്രവേഗത്തോടെ പതിക്കുന്നു. വസ്തുവിൽ അനുഭവപ്പെട്ട പരിണതബലം എത്ര? ഒരു മാർക്കിൻ്റെ ചോദ്യം. ഇവിടെ ഒരു സൂപ്പർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സമപ്രവേഗത്തോടെയാണ് വസ്തു സഞ്ചരിക്കുന്നത്. സമപ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന വസ്തുവിന് ഒരിക്കലും എ ഉണ്ടാവില്ല. എ എന്ന് പറഞ്ഞാൽ ആരാ? എ എന്ന് പറഞ്ഞാൽ ത്വരണം ഉണ്ടാവില്ല. ബലം കണ്ടുപിടിക്കേണ്ട സമവാക്യം എന്താ? F = ma. ഈ എ 0 ആണെങ്കിൽ m ഗുണിക്കണം 0 എന്ന് വരും. m ഗുണിക്കണം 0, എമ്മിനെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 അല്ലേ വരിക. അതായത് F = 0 എന്ന് വെച്ചാൽ ബലം 0. ഇതാ 0 ന്യൂട്ടൺ. കുഴപ്പമില്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3യിലെ ലാൻഡർ മൊഡ്യൂളിൻ്റെ മാസ് റോവർ ഉൾപ്പെടെ 1752 കിലോഗ്രാം ആണ്. ഗ്രാമല്ല കേട്ടോ, കിലോഗ്രാം. ഇതിൻ്റെ ഭൗമോപരിതലത്തിലെ ഭാരം എത്ര ന്യൂട്ടൺ ആയിരുന്നു? ജി 10 എന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 9.8 എടുക്കണ്ട, 10 എന്ന് എടുത്തോ, കണക്ക് ചെയ്താൽ വേണ്ടി എടുത്തോ എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ ഇതിൻ്റെ ഭാരം എത്രയായിരിക്കും? ചന്ദ്രോപരിതലത്തിലുള്ള ജിയുടെ മൂല്യം അവിടെ തന്നിട്ടുണ്ട് 1.6. നമ്മൾ 1.62 എന്ന് പഠിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ 1.6 എടുത്താൽ മതി എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത്. സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ ഈ ചന്ദ്രയാൻ 3 ലാൻഡർ റോവർ എന്നൊക്കെ കണ്ടിട്ട് ഈ വലിയ സംഖ്യ 1752 എന്നൊക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ ഒരു മാർക്കിൻ്റെ ചോദ്യം. അതുകൊണ്ട് വലിയ പ്രയാസമുള്ള ചോദ്യമൊന്നുമല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ വെക്കാം. ചെയ്തു തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഭൗമോപരിതലത്തിലെ ഭാരം എത്രയാണെന്നാണ്. ഭാരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വെയിറ്റ് എന്ന് പറയും. അതിൻ്റെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള W ഉപയോഗിച്ചാണ് നമ്മൾ ഭാരത്തിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭാരം എങ്ങനെ കണ്ടുപിടിക്കാം? ഭാരം = mg. ഭാരം ഒരു ബലമാണല്ലോ. ഭാരം ബലമാണ്. അപ്പോൾ mg എന്നാണ് സമവാക്യം. ഭാരം കണ്ടുപിടിക്കേണ്ട സമവാക്യം വരിക. ബലത്തിൻ്റെ സമവാക്യം ma അല്ലേ. അതുപോലെ ഭാരം കണ്ടുപിടിക്കാൻ ഇവിടെ എനെ മാറ്റിയാൽ മതി. AG. ഇവിടുത്തെ ത്വരണം ഗുരുത്വാകർഷണ ത്വരണം. അതുകൊണ്ട് എക്ക് പകരം നമ്മൾ G എന്ന് കൊടുക്കും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉത്തരം ഇങ്ങനെ വരും, m ഗുണിക്കണം G. m ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ലാൻഡർ മൊഡ്യൂളിൻ്റെ മാസ് ഇതാ 1752 ഗുണിക്കണം G = 10 എന്ന് തന്നിക്ക്. 9.8 എടുക്കണ്ട, 9.8 ഗുണിച്ച് കഷ്ടപ്പെടണ്ട, 10 എടുത്തോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 1752 10 കൊണ്ട് ഗുണിച്ചാൽ 1752. അതിൻ്റെ കൂടെ ഈ 0 കൂടും. ശരിയല്ലേ? രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണ്? ചന്ദ്രനിലെ ഇതിൻ്റെ ഭാരം എത്രയായിരിക്കും? ജിയുടെ മൂല്യം, ചന്ദ്രനിലുള്ള ജിൻ്റെ മൂല്യം ഇവിടെ തന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുമ്പോൾ ആദ്യം തന്നെ ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ എടുത്തങ്ങ് എഴുതി വെച്ചേക്കാം. എന്നാൽ പിന്നെ ഒരു അരമാർക്കെങ്കിലും അവിടെ കിട്ടിയല്ലോ. റെഡി. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരിക. ചന്ദ്രോപരിതലത്തിൽ ഈ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഭാരത്തിന് W ചന്ദ്രൻ എഴുതട്ടെ, അല്ലെങ്കിൽ ഭാരം എഴുതിയിട്ട് ചോട്ടിൽ ചെറുങ്ങനെ ചന്ദ്രനും കൊടുത്താൽ മതി. W ചന്ദ്രൻ അല്ലെങ്കിൽ ഭാരം, ചന്ദ്രനിലെ ഭാരം mg എന്ന് എഴുതാം. mg തന്നെയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് G എവിടുത്തെ G? ചന്ദ്രനിലെ G ആണ്. അപ്പോൾ mg എഴുതാം. m തന്നിട്ടുണ്ട്. m എത്രയാ? 1752 തന്നെ. 1752 ഗുണിക്കണം 1.6. എവിടുന്നായി വന്ന് 1.6? ചന്ദ്രനിലെ ജിയുടെ മൂല്യം
1.6 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.6. ഇനി ഇതങ്ങ് ഗുണിക്കുക. പോയിൻ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഗുണിക്കുക? പോയിൻറ്റിനെ മാറ്റി വെക്കുക, 16 കൊണ്ട് ഗുണിക്കുക, കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ പോയിൻ്റ് കൊടുക്കുക. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2803.2. 2803.2. നേരത്തെ എഴുതി ചെറിയ എന്തോ കണക്കൊണ്ട് തെറ്റിപ്പോയി, അത് നോക്കണ്ട. ഇതാണ് ശരി, ഇതാണ് ശരി. ഇനി നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി 10 കിലോഗ്രാം മാസുള്ള സൈക്കിളിൽ വർത്തുളപാതയിലൂടെ സഞ്ചരിക്കുന്നു. വർത്തുളപാതയുടെ ആരം 30 മീറ്റർ ആണ്. 6 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെട്ട അഭികേന്ദ്ര ബലം കണക്കാക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ അഭികേന്ദ്ര ബലം കുറയ്ക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചോദ്യം നമ്മൾ ചെയ്യേണ്ടി വരില്ല. കാരണം വർത്തുളപാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ അഭികേന്ദ്ര ബലം കണക്കാക്കാനുള്ള സമവാക്യം അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. എന്താണ് അഭികേന്ദ്ര ബലം എന്നുള്ളത് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇത് വേണ്ടെന്നാണ് വെപ്പ്. എങ്ങാനും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അടുത്ത ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോ വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ ചോദ്യം കൂടെ ചെയ്തേക്കാം. കമൻറ്റ് ബോക്സിൽ പറയാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ സൂപ്പർ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ടെസ്റ്റിൽ കൊടുത്ത അതേ ചിത്രം അങ്ങനെ വന്നിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. നേരെ വന്ന് ചിത്രം നിരീക്ഷിക്കുക. ഒരു ത്രാസ് ഉണ്ട്, സാധാരണ ത്രാസ്, കോമൺ ബാലൻസ് എന്ന് പറയും. രണ്ടാമത് കാണിച്ചത് ഒരു സ്പ്രിങ് ബാലൻസാണ്. ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. മാസ് അളക്കാൻ ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? ഉപകരണം ക്യൂവിൽ 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തൂക്കിയിടുന്നു. ഈ സംവിധാനത്തെ ധ്രുവ പ്രദേശത്തേക്ക് മാറ്റിയാൽ ഉപകരണത്തിൻ്റെ റീഡിങ്ങിൽ വർധനവ് അനുഭവപ്പെടും. കാരണം വിശദമാക്കുക. സിമ്പിൾ അല്ലേ? രണ്ട് ചോദ്യവും സിമ്പിളാണ്. ഇവയിൽ മാസ് അളക്കാൻ ഏതാണ് ഇവയിൽ ഉപയോഗിക്കുന്നത്? മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിനെയാണ്. ഇത് കോമൺ ബാലൻസ് എന്ന് പറയും. മലയാളം മീഡിയത്തിലായാലും ഇംഗ്ലീഷ് മീഡിയത്തിലായാലും കോമൺ ബാലൻസ് എന്ന് പറയും. മലയാളത്തിൽ സാധാരണ ത്രാസ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണ ത്രാസ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഈ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്ന സാധനം എന്താണ്? അത് ഭാരമാണ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നത് ഭാരമാണ്. ഉപകരണം ക്യൂവിൽ രണ്ടാമത്തെ ഉപകരണം. അപ്പോൾ ആ ക്യൂ ഉപകരണം ഏതാന്നുള്ള കാര്യത്തിൽ ഒരു ബോധം വേണം. അത് സ്പ്രിംഗ് ബാലൻസാണ്. അപ്പോൾ ഉപകരണം ക്യൂവിൽ, അതായത് സ്പ്രിംഗ് ബാലൻസിൽ 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തൂക്കിയിടുന്നു. ഈ സംവിധാനത്തെ ധ്രുവപ്രദേശത്തേക്ക് മാറ്റിയാൽ ഉപകരണത്തിൻ്റെ റീഡിങ്ങിൽ വർധനവ് അനുഭവപ്പെടും എന്ന് ഉറപ്പിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാം. സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് ഗുരുത്വാകർഷണ ബലത്തിനെ ആശ്രയിച്ചിരിക്കൂലേ? എത്രത്തോളം ഗുരുത്വാകർഷണ ത്വരണം ഒക്കെ ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് വർക്ക് ചെയ്യുന്നത്. സ്പ്രിംഗ് ബാലൻസ് അപ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസിൽ ഇവിടെ ആയിട്ട് ഒരു വസ്തുവിനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മാസ് വരുന്നത് 5 കിലോഗ്രാമാണ്. നിലവിൽ 5 കിലോഗ്രാമാണ്. ഇതേ സെറ്റപ്പ് ഇങ്ങനെ തന്നെ എടുത്ത് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്നു. ധ്രുവപ്രദേശത്ത് നമുക്കറിയാം ജിയുടെ മൂല്യം പരമാവധിയായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ജിയുടെ മൂല്യം ധ്രുവപ്രദേശങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. അവിടെ വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലൊന്നുമില്ല, കുറച്ച് കൂടുതലായിരിക്കും. വ്യത്യാസമുണ്ട്, കൂടുതലുണ്ട്. അതുകൊണ്ട് ജിയുടെ മൂല്യത്തിലുള്ള വ്യത്യാസം, ജിയുടെ മൂല്യം ധ്രുവപ്രദേശങ്ങളിൽ കൂടുതലായതുകൊണ്ട് അവിടെ അനുഭവപ്പെടുന്ന ഏത് വസ്തുവായാലും അവിടെ കൊണ്ടുപോയി നോക്കിയാൽ അതിൻ്റെ ഭാരം, മാസല്ല ഭാരം, അവിടെ കൂടുതലായിട്ട് അനുഭവപ്പെടും. കാരണം എന്താ? ജിൻ്റെ മൂല്യത്തിലുള്ള വർധനവാണ് ഇവിടെ കാരണമായിട്ട് പറയാം. ശരി, അടുത്ത ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ, നിശ്ചിത ഉയരത്തിൽ നിന്നും m മാസുള്ള ഒരു വസ്തു നിർബാധം പതിക്കുന്നു. ഇത്ര ഉയരത്തിൽ നിന്നൊരു വസ്തു ഇങ്ങനെ താഴോട്ടേക്ക് വീഴുന്നു. നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം എത്ര? കാരണമെന്ത്? 2 മാർക്ക്. ഭൂമിയുടെ മാസ് m, അതിൻ്റെ ആരം 6. ഭൂമിയുടെ ആരം 6. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം g എന്നിവ ഉപയോഗിച്ച് ഈ വസ്തുവിൻ്റെ ത്വരണം കണക്കാക്കാൻ ഒരു സമവാക്യം രൂപീകരിക്കുക. നോക്കാം. നിർബാധ പതനത്തിലായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? ഭാരം 0 ആയിരിക്കും. ക്ലാസ്സിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഒരു സ്പ്രിംഗ് ബാലൻസ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കല്ല് തൂക്കിയിടുക. എത്രയെങ്കിലും മാസമുള്ള ഒരു കല്ല് തൂക്കിയിട്ടിട്ട് സ്പ്രിംഗ് ബാലൻസിനെയും കല്ലിനെയും ഒരുമിച്ച് ആ തൂക്കിയിട്ട സെറ്റപ്പിനെ അങ്ങനെ തന്നെ ഒരു ഉയരത്തു നിന്ന് താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ സ്പ്രിംഗ് ബാലൻസിൽ റീഡിംഗ് ഒന്നും കാണിക്കില്ല. എന്ന് വെച്ചാൽ വസ്തുവിന് ഭാരമില്ലായ്മ ഉണ്ടാവും, ഭാരം ഇല്ലാത്തതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഭാരം നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചില്ലേ? ഭാരം 0 ആയിരിക്കും. നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ ത്വരണത്തിന് ആവശ്യമായിട്ടുള്ള ബലം ഇവിടെ ആരാ കൊടുക്കുന്നത്? ഗുരുത്വാകർഷണ ബലമാണ് കൊടുക്കുന്നത്, ഗുരുത്വാകർഷണമാണ് കൊടുക്കുന്നത്. നോ പ്രോബ്ലം.
ഗുരുത്വാകർഷണ ബലം നൽകുന്ന ബലം ഉണ്ടല്ലോ, ഗുരുത്വാകർഷണം നൽകുന്ന ബലം, ഗുരുത്വാകർഷണം കൊടുക്കുന്ന ബലം മുഴുവനായിട്ടും ത്വരണം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് ഉപയോഗിക്കും. പിന്നെ വസ്തുവിന് ഭാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിർവാത പതനത്തിലിരിക്കുമ്പോൾ വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം. അടുത്തത് ഒരു ഡെറിവേഷൻ എന്ന് ഒക്കെ പറയാം അല്ലേ. ഒരു സമവാക്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ഭൂമി എന്ന് വിചാരിക്കുക. ഭൂമിയുടെ മാസ് എം ആണ് എന്ന് പരിഗണിക്കുക. അതിൻ്റെ ആരം, അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഭാഗത്തേക്കുള്ള ആരം ആർ എന്ന് പരിഗണിക്കുക. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം വലിയ അക്ഷരം ജി ആയിട്ട് എടുക്കുക. ഇത് ഉപയോഗിച്ചിട്ട് വസ്തുവിൻ്റെ ത്വരണം കണക്കാക്കാൻ ഉള്ള ഒരു സമവാക്യം രൂപീകരിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമപ്രകാരം എഫ് സമം എം എ, അല്ലെങ്കിൽ ഇവിടെ എന്ത് നമ്മൾ പറയും, എക്ക് പകരം ജി, എഫ് സമം എം ജി എന്ന് നമുക്കറിയാം. പിന്നെ ഭൂമിയിൽ നിൽക്കുന്ന ഒരു വസ്തുവും തമ്മിലുള്ള ആകർഷണ ബലം എഫ് സമം ജി ഗുണിക്കണം ഭൂമിയുടെ മാസ് ഗുണിക്കണം വസ്തുവിൻ്റെ മാസ് ഹരിക്കണം ആർ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഡി സ്ക്വയറിന് പകരം ആർ സ്ക്വയർ. ആറ് അകലം ആണ്, ഭൂമിയുടെ കേന്ദ്രവും വസ്തുവും തമ്മിലുള്ള അകലം. ആരം തന്നെ ഭൂമിയുടെ ആരം, ആർ സ്ക്വയർ. എടാ ഇതും എഫ്. അപ്പോൾ ഈ സമവാക്യത്തിൻ്റെ രണ്ട് സമവാക്യത്തിൻ്റെയും ഇടത് ഭാഗത്തുള്ള ആളുകൾ സെയിമാണ്. അങ്ങനെയാണെങ്കിൽ വലതു ഭാഗത്തുള്ള ഈ രണ്ടാളുകളും സെയിം ആയിരിക്കും. അതായത് എം ജി സമം ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. എം ജി സമം ജി എം എം ബൈ ആർ സ്ക്വയർ. ഇതിലേക്ക് നോക്കിയാൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന സെയിം ആയിട്ട് നിൽക്കുന്ന ഒരു ചങ്ങയുണ്ട്. ഒന്നങ്ങ് വെട്ടിക്കളാം. എം, ചെറിയ അക്ഷരം എം വെട്ടിക്കളഞ്ഞേക്ക്, വെട്ടി. പിന്നെ ബാക്കിയുള്ള ആരാം, ജി ഉണ്ട്. ജി സമം വലിയ ജി ഗുണിക്കണം എം ബൈ ആർ സ്ക്വയർ. ഇതിൽ ചെറിയ എം വരുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വസ്തുവിൻ്റെ മാസ്, ഗുരുത്വാകർഷണ ത്വരണം അല്ലേ ഇത്, ഗുരുത്വാകർഷണ ത്വരണത്തെ വസ്തുവിൻ്റെ മാസ് സ്വാധീനിക്കുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു സമവാക്യം കൂടിയാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമവാക്യം. അപ്പോൾ നമ്മൾ ത്വരണം കണ്ടുപിടിച്ചു. ത്വരണം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ ജി എന്ന് എഴുതിയേ? ഇവിടുത്തെ ത്വരണം ഏതാ? ഗുരുത്വാകർഷണ ത്വരണം. അതുകൊണ്ട് എഴുതിയതാ. അടുത്ത ചോദ്യം, ഉചിതമായി പൂരിപ്പിക്കുക. ഉചിതമായിട്ട് തന്നെ പൂരിപ്പിക്കേണ്ടി വരും. പട്ടികയിൽ നോക്കുകയാണെങ്കിൽ വസ്തുക്കളുടെ മാസ് കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്. രണ്ട് വസ്തുക്കളുണ്ട്, M1 M2 എന്നും പറഞ്ഞ് മാസ് വരുന്ന വസ്തുക്കളാണ്. ഒന്നാമത്തെ കള്ളിയിൽ M1 വരുന്നത് 10 കിലോഗ്രാം, M2 വരുന്നത് 20 കിലോഗ്രാം. അവ തമ്മിലുള്ള അകലം എത്രയാണെന്ന് അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് എ ക്വസ്റ്റ്യൻ. പക്ഷേ അവർ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം തന്നിട്ടുണ്ട് 8G ആണ്. നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എഫ് സമം ജി M1 M2 ഹരിക്കണം ഡി സ്ക്വയറാ. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ഈ സമവാക്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഗുരുത്വാകർഷണ ബലം ഈ എഫ് എത്രയാ? 8G ആണെന്ന് തന്നിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 8G സമം M1 ഗുണിക്കണം M2 ബൈ ഡി സ്ക്വയർ. ജി നിൽക്കട്ടെ, M1 ഇവിടുത്തെ M1 ആരാ? 10 ഗുണിക്കണം ഇവിടുത്തെ M2 20 ഗുണിക്കണം 20 ഉണ്ട് എവിടെ? 20 ഹരിക്കണം ഡി സ്ക്വയർ എത്രയെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഡി സ്ക്വയർ എന്ന് തന്നെ എഴുതുന്നു. അപ്പുറവും ഇപ്പുറവും ജി ഉണ്ട്, പോട്ടെ. ബാക്കി ഉണ്ടാവുക 8 സമം 10 ഗുണിക്കണം 20 ബൈ ഡി സ്ക്വയർ. 10നെ 20 കൊണ്ട് ഗുണിച്ചാൽ 200 എന്ന് വരും, 200. അപ്പോൾ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ 8 സമം 200 ബൈ ഡി സ്ക്വയർ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 8D സ്ക്വയർ സമം 200. അതാക്കിയതാ ഈ ഹരിക്കണം ഡി സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഗുണിക്കണം ഡി സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയർ സമം 200 ഹരിക്കണം 8. ഈ ഗുണിക്കണം ഡി സ്ക്വയറിന് ഗുണിക്കണം 8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം 8 എന്ന് വരും. 200നെ 8 കൊണ്ട് ഹരിക്കുക. 200നെ 8 കൊണ്ട് ഹരിച്ച് 25. 200നെ 8 കൊണ്ട് ഹരിച്ചാൽ 25. ഡി സ്ക്വയർ ആണ് 25. ഡി സ്ക്വയർ 25. അങ്ങനെയാണെങ്കിൽ ഡി എത്രയാ? ഡി സമം ഡി സ്ക്വയർ 25 ആണെങ്കിൽ ഡി സ്ക്വയർ 25 ആണ്. ഡി റൂട്ട് 25 ആയിരിക്കും. 25ൻ്റെ റൂട്ട് 5. അപ്പോൾ ഇവർ തമ്മിലുള്ള അകലം 5 എന്ന് വരും. 5 യൂണിറ്റ് ഇവിടെ ഉണ്ട്, മീറ്റർ. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വസ്തുവിൻ്റെ മാസ്, ഒന്നിൻ്റെ മാസ് 10 തന്നെ, രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് 10 തന്നെ, രണ്ടും 10. അകലം തന്നിട്ടുണ്ട് ഭാഗ്യം.
നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗുരുത്വാകർഷണ ബലം എത്രയാണ് കണ്ടുപിടിക്കാം, എളുപ്പമാണ്. ആകർഷണ ബലം എഫ് സമം ജി ഗുണിക്കണം M1 M2/d² സമം ജി എത്രയാ, ജീനെ തൽക്കാലം ജി ആയിട്ട് എടുത്തോ, ഗുണിക്കണം M1 ഇവിടെ 10 ഗുണിക്കണം M2 അതും 10 ഹരിക്കണം d², ഇവിടുത്തെ d² 2. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ഉറപ്പായിട്ടും സ്ക്വയർ എടുക്കണം, വർഗ്ഗം എടുക്കണം, 2 മാത്രം വെച്ച് ചെയ്തു പോരുത്. അപ്പോൾ ഉത്തരം എങ്ങനെ മാറും? എഫ് സമം ജി ഗുണിക്കണം 100/4. 100 4 ഇവിടെ നിന്ന് വന്നേ, 10 ഗുണിക്കണം 10 എന്നല്ലേ നേരത്തെ പറഞ്ഞേ, 10 ഗുണിക്കണം 10 100, 2ൻ്റെ സ്ക്വയർ 4. ഇനി എന്ത് ചെയ്യാം, ജീൻ അങ്ങനെ തന്നെ വെച്ചേക്ക്, അനക്കണ്ട, 2 മാർക്കിൻ്റെ ചോദ്യമല്ലേ, നടന്നോട്ടെ. 100 ഹരിക്കണം 4, 100നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 100നെ 4 കഷ്ണാക്കിയാൽ 1/25 എന്ന് വരും. അപ്പോൾ 25 ജി എന്ന് വരും. 25 ജി അല്ലെങ്കിൽ ജി 25, ജി ഗുണിക്കണം 25, ജി ഗുണിക്കണം 25.